ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ആരോഗ്യ ഗുണങ്ങളേറെയുള്ള ചായ മനസ്സ കൊണ്ടൊരു തോരൻ ഉണ്ടാക്കാം. അമിതവണ്ണം കുറയാനും കൊളസ്ട്രോളിനെ നിയന്ത്രിച്ച് നിർത്താനും ഷുഗറിനെ നിയന്ത്രിക്കാനും പറ്റിയ നല്ലൊരു ഇലക്കറിയാണ് ചായ മനസ്സ. ഇത് നമ്മുടെ നാട്ടിൽ അത്ര സുലഭമായിരുന്നില്ലെങ്കിലും ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇതിൻ്റെ സ്റ്റമ്മെല്ലാം കളഞ്ഞ് ചൂടുവെള്ളത്തിൽ ഇത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് 10-20 മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കണം. ഇതിനൊരു കട്ടുണ്ടാവും, ആ കട്ട് പോകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. സാധാരണ ചീരയേക്കാളും കുറച്ചുകൂടി വേവ് ഉണ്ടാവും ഈ ചീരക്ക്. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റായിരിക്കും. ഇത് പലതരത്തിലും ഉണ്ടാക്കാം. പരിപ്പിൻ്റെ കൂടെ ഇട്ടും ഉണ്ടാക്കാം, മുട്ടേൻ്റെ കൂടെ ഇട്ടിട്ട് ഉണ്ടാക്കാം. ഇത് സൂപ്പ് വെച്ച് കഴിക്കാനും നല്ലതായിരിക്കും. ഇത് സോക്ക് ചെയ്ത് 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നന്നായി ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് അലുമിനിയം പാത്രത്തിൽ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലത് മൺചട്ടിയിൽ ഉണ്ടാക്കുന്നതായിരിക്കും. ചൂടായ എണ്ണയിലേക്ക് കടുകിട്ട് പൊട്ടിച്ച് 5-6 വെളുത്തുള്ളിയും കൂടിയിട്ട് മൂപ്പിച്ച് എരിവിനാവശ്യമുള്ള പച്ചമുളകും കൂടിയിട്ട് ചെറുതായി കട്ട് ചെയ്ത ചെറിയൊരു സവാളയും കൂടിയിട്ട് വഴറ്റിയെടുക്കുക. ഇത് മെക്സിക്കൻ സ്പീനച്ച് എന്നും ട്രീ സ്പീനച്ച് എന്നും പറയും. സവാള ഒന്ന് വാടി വരുമ്പം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് മൂപ്പിച്ച് കട്ട് ചെയ്ത ചീരയും കൂടിയിട്ട് ഇളക്കി യോജിപ്പിക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ച് ഇത് കുറച്ച് സമയം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഫ്ലെയിം സിമ്മിലായിരിക്കണം. ഇത് കഴിക്കുന്നത് കണ്ണിൻ്റെ ആരോഗ്യത്തിനും എല്ലിൻ്റെ ആരോഗ്യത്തിനും പല്ലിൻ്റെ ശക്തിക്കൊക്കെ വളരെ നല്ലതാണ്. അയേൺ കണ്ടെയ്ൻ കൂടുതൽ അടങ്ങിയിട്ടുള്ള ചായ മനസ്സ വലിയൊരു പരിചരണമൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് വീട്ടിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റും. ഇതിൻ്റെ ഇളം തണ്ടായാലും നട്ടുപിടിപ്പിക്കാൻ പറ്റും. അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് അടപ്പ് തുറന്ന് ഒന്നുകൂടി മിക്സ് ചെയ്ത് പാകത്തിനുള്ള ഉപ്പും നമ്മുടെ ഇഷ്ടാനുസരണം തേങ്ങയും കൂടി ചേർത്ത് നന്നായി ഒന്നുകൂടി മിക്സ് ചെയ്ത് ഒന്നുകൂടി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് കൂടി കഴിഞ്ഞ് അടപ്പ് തുറന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചായ മനസ്സ തോരൻ റെഡിയായി. വേണ്ടെങ്കിൽ ഇതിലൊരു മുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ച് ചിക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. മുട്ടയില്ലെങ്കിലും ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.